നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ബ്ലൂടൂത്ത് റിസീവറിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവില്ലെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഇപ്പോൾ എല്ലാവരും കാറുകളിൽ കൂടുതലും ആൻഡ്രോയിഡ് സ്റ്റീരിയോയും മറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എന്തായാലും ഈ ഒരു റിസീവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഇതിന് മുമ്പും വേറൊരു റിസീവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു റിസീവറിന് ഇതിന് മുമ്പേ യൂസ് ചെയ്തൊരു നമുക്ക് ആമസോണിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന റിസീവറായിരുന്നു. ഒരു 150 രൂപ എന്തോ ആ ഒരു റിസീവറിന് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ ഡിഫറൻസ് ഇല്ല, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു ബ്ലൂടൂത്ത് റിസീവർ വാങ്ങാൻ നോക്കുകയാണ്, അതായത് നിങ്ങളുടെ കാറിൻ്റെ സ്റ്റീരിയോയിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല, നിങ്ങളുടെ കാർ സ്റ്റീരിയോ ബ്ലൂടൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസാണിത്. കാറിൽ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഓഡിയോ ഡിവൈസുകളും മറ്റുമുണ്ട്, അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഈ ഒരു ബ്ലൂടൂത്ത് റിസീവർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വഴി നിങ്ങളുടെ ഫോണിൽ നിന്നൊക്കെ കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാനും മറ്റൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനുള്ളൊരു ഓക്സ് കേബിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്, പിന്നെ ഒരു കൂപ്പണാണ്, ഒരു 50 രൂപയുടെ ഒരു വൗച്ചർ ആമസോണിൻ്റെ വരുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ റിസീവറാണ് പിന്നെ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് റിസീവർ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു റിസീവർ യൂസ് ചെയ്യാൻ നിങ്ങളുടെ കാറിൻ്റെ സ്റ്റീരിയോയിൽ USB പോർട്ട് ഉണ്ടായിരിക്കും. USB പോർട്ടിലേക്ക് ഈ ഒരു റിസീവർ കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു റിസീവറിൻ്റെ ഇവിടെ പുറകിലായിട്ടൊരു ഓക്സ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഔട്ടിൽ നമ്മുടെ ഓക്സ് കേബിൾ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഓക്സ് കേബിൾ നിങ്ങളുടെ കാറിൻ്റെ സ്റ്റീരിയോയിൽ തന്നെ ഓക്സ് ഇന്ന് വരുന്നുണ്ടാവും. അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഫോൺ ത്രൂ ബ്ലൂടൂത്ത് പെയർ ചെയ്തതിന് ശേഷം പാട്ടുകളും മറ്റും കേൾക്കാനൊക്കെ സാധിക്കും. ഇനി സപ്പോസ് നിങ്ങളുടെ കാറിൽ, അതായത് നിങ്ങളുടെ സ്റ്റീരിയോയിൽ USB കണക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, പഴയ മോഡൽ വെഹിക്കിളാണെന്നുണ്ടെങ്കിൽ സീറ്റ് ലൈറ്റിൻ്റെ സ്പോട്ട് എല്ലാ കാറുകളിലും ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് നമ്മൾ ചാർജ് യൂസ് ചെയ്യുന്ന അഡാപ്റ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസീവർ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അവിടുന്ന് ഈ ഒരു ഓക്സ് കേബിൾ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്റ്റീരിയോയിൽ ഓക്സിജനിൽ കണക്ട് ചെയ്താൽ മതി. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂടൂത്ത് റിസീവർ യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ഒരു റിസീവർ കാറിൽ യൂസ് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ ഓഡിയോ ഡിവൈസുകളിലൊക്കെ യൂസ് ചെയ്ത് നോക്കി. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ മുമ്പ് കാറിൽ നമ്മുടെ ഓക്സ് കേബിൾ ത്രൂ ആയിരുന്നു ഫോൺ കണക്ട് ചെയ്തിട്ട് മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സെയിം ക്വാളിറ്റി തന്നെ, അതായത് ഈ ഒരു ബ്ലൂടൂത്ത് റിസീവർ യൂസ് ചെയ്യുന്ന സമയത്ത് സെയിം ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയിട്ട് നോക്കിയോളൂ. ഞാൻ ഈ ഒരു ബ്ലൂടൂത്ത് റിസീവർ വാങ്ങുന്നത് 389 രൂപയ്ക്കാണ്. ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതുകൊണ്ട് വേറെ ഒരുപാട് റിസീവറുകൾ ആമസോണിലുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. എനിക്കിത് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളൊരു 150 രൂപ റേഞ്ചിൽ അതാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും ചീപ്പായിട്ട് ആമസോണിൽ കിട്ടുന്ന ബ്ലൂടൂത്ത് റിസീവർ എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് പാട്ടൊക്കെ കേട്ടാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും വാങ്ങിയാൽ ഓക്കെയാണ്. എനിക്ക് പക്ഷേ ക്വാളിറ്റി വൈസിൽ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഇത് തോന്നി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും പർച്ചേസ് ചെയ്യാം. എനിക്ക് ജസ്റ്റ് പാട്ട് മാത്രം കേട്ടാൽ മതിയായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു റിസീവർ പർച്ചേസ് ചെയ്ത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ബൈ.